വെള്ളപ്പാതിര. അച്ചോ ഗുഡ് മോർണിംഗ് അല്ലേ? എങ്ങോട്ടാ മുറിയൊക്കെ പൂട്ടി 3 പേരും? കമ്പനി സ്റ്റഡിക്ക്. എങ്ങോട്ടാ? എവിടെ നാലാമൻ? നമ്മൾ 3 പേരേ ഉള്ളൂ. എനിക്ക് ഇവന്മാരാച്ചോ സംശയം. ഇവന്റെയൊക്കെ റൂമിൽ കാണും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവരുടെ റൂം പരിശോധിക്കാം. ഇവന്റെ റൂം ഇന്ന് രാവിലെ കൂടെ ഞാൻ ചെക്ക് ചെയ്തല്ലേ, അതിനകത്തൊന്നും കാണില്ല. അത് വിട്ടേ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ഫസ്റ്റ് ഇവിടുന്നാകാം. തുറന്നേ. കണ്ട കണ്ട ഞെട്ടിയത് കണ്ട. അപ്പിനകത്ത് കുപ്പിയുണ്ട്. എന്തോ പുറന്നു. നീ തുറക്ക്. അല്ലച്ചോ, ഇതിപ്പോ അങ്ങോട്ട് പൂട്ടിയല്ലേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. വേറെ 1-2 മുറിയൊക്കെ പൂട്ടിയിട്ട് ഇത് തുറന്നാ പോരെ? ഇപ്പൊ തുറന്നാലും അതെങ്ങനെ ശരിയാവും? ഇപ്പഴങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൊടുക്കണ്ടേ? സമയം എന്തിന്? ഒന്നുമില്ല ഫാദർ, ഞാൻ തുറക്കാം. അപ്പോ ഫാദറിന് ഇപ്പൊ എന്റെ മുറി ചെക്ക് ചെയ്യണം അല്ലേടാ റെമോ? അതേടാ കോശി. അതായത് നമ്മൾ ഇപ്പൊ പൂട്ടിയിറങ്ങിയ മുറി വാതിൽ ഇപ്പൊ തന്നെ തുറക്കണമെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. കഥ തുറക്കണ. പിന്നെ പെതുക്കെ പറഞ്ഞാ മതി. ഞാൻ പൊട്ടണൊന്നും അല്ല കേട്ടോ. അല്ല അതറിയാച്ചോ. തുറക്കണം. കേറുന്നില്ലല്ലോ. വേഗം തുറക്കടാ. 1 മണിക്കൂർ. അയ്യോ താക്കോല് താഴെ പോയല്ലോ. താക്കോല് താഴെ വീണിട്ടുണ്ടേ. അയ്യോ കൈ കൊടുക്കുമ്പില്ലേ? അയ്യോ കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കും. ഇന്നട താക്കോലി തുറക്കടാ. അച്ഛ പതുക്കെ ശരിക്കും ഈ മദ്യത്തിന് എന്ത് കളറാളിയാ? പച്ചയാണെന്ന് തോന്നളിയാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സൺഷൈഡിലും വെച്ച് വാറ്റുന്ന ടീമാ. വിശ്വസിക്കാൻ പറ്റൂല. കമ്പിയങ്ങളി ഒരുപാടെ ഇന്നത്തോടെ ഈ കമ്പിക്കളി ഈ ശാന്തന്റെ ഓരോ കാര്യങ്ങള്. ശാന്തപ്പാ, ഇവിടെ ഒന്നുമില്ല. ഫാദർ. റെമോ വാ. നിന്റെ റൂം തുറക്ക്. വാ തുറക്കാം. ഒരു കുഴപ്പമില്ല. ഇത് ഇന്ന് ഞാൻ തെളിയിക്കും മോനെ. എത്തിയാ ഇല്ലടാ ചത്തു. അടുത്തത് നിന്റെ റൂമാ. നീ അകത്ത് പോരാ. അവളെവിടെ? കേറിപ്പോര്. ഇവക്കിത് സ്ഥിരമാണല്ലേ. അതിനകത്തൊക്കെ കൈയിടുന്ന സൂക്ഷിച്ചു വേണം. അല്ല പാമ്പോ പഴുതാരൊക്കെ കാണും. അയ്യോ എന്താടാ, പാമ്പ് കടിച്ചോ? അല്ലച്ചോ, അന്ന് ബാനുവിന്റെ മുറിയിൽ യക്ഷിയെ കണ്ട ദിവസം ഉണ്ടായിരുന്ന അതേ മണം. ഈ മുറിയിലോ? ഈ മുറിയിലല്ലച്ചോ, കോച്ചിയുടെ മുറിയില്. ഇയാളെന്താ പട്ടിയാണോ ഇത്രയും ദൂരത്ത് മണം പിടിക്കാൻ? ഞാൻ അവിടെ വെച്ചാ മണം പിടിച്ചാടാ. നമുക്ക് ആ മുറി ഒന്നുകൂടി പരിശോധിക്കാച്ചോ. അവിടെ യക്ഷി ഉണ്ടച്ചോ. പിന്നെ ആദ്യം ബാനുവിന്റെ മുറിയിലായിരുന്നു യക്ഷി, ഇപ്പൊ കോശിയുടെ മുറിയിലായി. നാളെ പറയാം അച്ഛന്റെ മുറിയിലുണ്ട്. എന്നെ പൊന്നച്ചോ, ഇയാള് വെള്ളമാ. നീയാടാ വെള്ളം, ഇവന്മാരെല്ലാം വെള്ളച്ചോ. എന്റെ പിള്ളേരെ പറ്റി ഞാൻ ആവശ്യം പറഞ്ഞുണ്ടല്ലോ. അച്ഛന്റെ പിള്ളേര് വിശുദ്ധമാരി സമ്മതിച്ചു. ഇപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം. അച്ഛൻ ആ മുറി ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ട് അവിടെ യക്ഷിയുണ്ട്. ഫാദർ ഉണ്ടെങ്കിൽ യക്ഷി അടുക്കൂല. പ്ലീസ് ഫാദർ, പ്ലീസ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായി. പ്ലീസ് ഫാദർ, പ്ലീസ് ഫാദർ. ആ ശരി ശരി, ആദ്യം ഇവിടെ കഴിയട്ടെ. അടുത്ത പണി വരുന്നുണ്ടാ. ഫാദർ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്ര പെടുത്ത് മാറ്റാൻ എന്തുവാണ് കാര്യം? ആ സൺഷൈഡ് നിർത്തിയാ പോരെ? നിന്നെ സൺഷൈഡിലിട്ടാണുണ്ടാക്കി. എന്ത് പറഞ്ഞാൽ എന്റെ മുറി കൊണ്ടുപോകാൻ പറ്റില്ല. ഫാദർ അടുത്ത് അങ്ങോട്ട് പറ്റില്ല. ഇവന്റെ മുറി അടുത്താ. അവിടെ വരെ പോകുന്ന റിസ്ക്. പിന്നെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് മുറി ആരുടെ? നീ ഒന്നേ. എന്തിനാ? വാ പറയാം. അവളെ ഇതിനകത്തേറ്റാ. ഇത് പൂട്ടിയേക്കാൾ താക്കൂടെ കുറിച്ച് ഈ എന്നെ മേളിലോട്ട് അച്ഛോ, ഇതൊക്കെ ഓറല്ലേ അച്ഛോ? ഇത് ലാസ്റ്റാ. ഇന്ന് യക്ഷിയെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ. ഇന്ന് കിട്ടുവച്ചോ, ഇന്ന് കിട്ടിയിരിക്കും. അല്ലേ നിനക്കിട്ട് കിട്ടും ഒരു യക്ഷി. ഇവളെങ്ങനെ ഇവിടെ നിർത്താനൊക്കെ ആ സാധനം ഇപ്പൊ വരും. അതിനു മുന്നേ ഇവിടെ നമ്മുടെ മുറി കയറ്റണം. അതിന് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ആദ്യം പോയി നോക്ക്. അത് ഞാൻ നോക്കാം.
പോയി നോക്കടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യക്ഷി യക്ഷി എന്ന് പറഞ്ഞു ഇവിടെ മിണ്ടിപ്പോരുന്നു. എവിടെ യക്ഷി? സത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് മണം അടിച്ചാണെന്ന്. എന്നിട്ട് ഇപ്പൊ എവിടെ പോയടാ നിന്റെ മണം? അത് തന്നെയാണ് ഞാൻ ആലോചിക്കണത്. ഇപ്പൊ മണമില്ല. നീ എന്റെ അടുത്ത് കളിക്കരുത്. ഇറങ്ങി പോടാ. ശ്ശോ, ഈ അച്ഛൻ. ദാ,